സമാധാന കരാറിന് കടലാസിന്റെ വില പോലും ഇല്ലാത്ത ഒരു സമീപനമാണ് തുടക്കത്തിൽ തന്നെ സംഭവിക്കുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഒമാൻ തീരത്താണ് ഇങ്ങനെ ചരക്ക് കപ്പലിനെ ആക്രമിച്ചിരിക്കുന്നത്. സിംഗപ്പൂർ പതാകയുള്ള കപ്പലാണ്. ലൈബീരിയയിലേക്ക് യാത്ര ചെയ്യുന്ന കപ്പലായിരുന്നു. ഇതിന് പ്രകോപനത്തിന് കാരണം ഒമാൻ ബദലായി ഒരു കപ്പൽ പാത തുറന്നു എന്നത് തന്നെയാണ്. ഈ ഹോർമൂസിൽ ഇറാനുണ്ടായിരുന്ന പരമാധികാരം അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് മറ്റൊരു റൂട്ട് ഇതേ കടലിടുക്കിൽ കൂടി തന്നെ, എന്നാൽ ഇറാൻ്റെ തീരത്തേക്ക് പോകാതെ ഒമാൻ തീരത്തു കൂടിയുള്ള ഒരു പുതിയ കപ്പൽ പാത. ഈ കപ്പൽ പാത വന്നതോടുകൂടി ഇറാന് ഹോർമൂസിലുള്ള അപ്രമാദിത്വം നഷ്ടമാകുമെന്ന ആശങ്കയുണ്ട്. ഇതിൻ്റെ പ്രതികരണമായാണ് ഇപ്പോഴത്തെ ആക്രമണത്തെ കാണേണ്ടത്. ഇതിൽ അമേരിക്കയുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല. അതേസമയം ഇസ്രായേൽ തുടർച്ചയായി ലെബനിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്. അത് ഈ കപ്പലിനെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഈ ആക്രമണം നടക്കുകയാണ്. ഈ കടലാസിൻ്റെ വില പോലും ഇല്ലാതെ കരാർ മാറുന്നു എന്ന് പറയേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇതുവരെ 7 പേർ കൊല്ലപ്പെട്ടു. അത് ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടത് കരാർ യാഥാർത്ഥ്യമായതിനു ശേഷമാണ്. അതായത് വെടിനിർത്തലിലേക്ക് രാജ്യങ്ങൾ പോവുകയും സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ തുടരുകയും മറ്റൊരു 60 ദിവസത്തിന് ശേഷം പുതിയ കരാറിലേക്ക് എത്തുമെന്നും ധാരണയായ ശേഷമാണ് ഇങ്ങനെ 7 പേർ ലെബനനിൽ കൊല്ലപ്പെടുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഹോർമൂസിൽ മറ്റൊരു കപ്പൽ പാത ഉണ്ടായതിൻ്റെ പേരിൽ ഒമാനിലേക്ക് ആക്രമണം നടക്കുന്നു. ദാഹിദ് തീരത്തിനടുത്താണ് ഇങ്ങനെ ആക്രമണം ഉണ്ടായത്. ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഉണ്ട്. അവർ അവിടെ കുടുങ്ങിയിട്ടുള്ള നാവികരെ, അതായത് ഇതുവരെ അവിടെ കുടുങ്ങി കിടക്കുന്ന കപ്പലുകൾ ഉണ്ടായിരുന്നു. ഇതിലെ നാവികരെയൊക്കെ തന്നെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. പക്ഷേ കപ്പൽ ആക്രമിക്കപ്പെട്ടതോടുകൂടി IMO അവരുടെ ഉദ്യമം അവസാനിപ്പിച്ചു. അതോടൊപ്പം തന്നെ വെല്ലുവിളി ഉയർത്തുന്ന മറ്റൊരു കാര്യമാണ് സീ മൈനുകൾ നീക്കം ചെയ്യാൻ അമേരിക്ക ശ്രമം നടത്തുന്നുണ്ട്. ഇത് പൂർണ്ണമായി നീക്കണമെങ്കിൽ 6 മാസത്തെങ്കിലും സമയം വേണമെന്നാണ് പെൻറ്റഗൺ വ്യക്തമാക്കുന്നത്.